പുരാണ കഥകളെ വികലമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രവണതയ്ക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? എതിരെ ഒന്നും ചെയ്യരുത്. എതിരെ ചെയ്താൽ അത് വളരും. അവഗണിക്കുക ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എന്തുകൊണ്ടാണ് വികലമായി ചിത്രീകരിക്കാൻ കഴിയുന്നത്? മലയാളത്തിലുള്ള എല്ലാ തെറിവാക്കുകളും പഠിച്ച വ്യക്തിയാണ് ഞാൻ. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ 4.25 മണിക്കൂർ നേരം ഞാൻ ബന്ധിക്കപ്പെട്ടു. അതിനനുസരിച്ച് മാറി മാറി വന്ന് തെറി പറയും, അടുത്ത ആൾ വരും. അങ്ങനെ 4.25 മണിക്കൂർ അന്ന് ഞാൻ എല്ലാ തെറിവാക്കും പഠിച്ചു എന്നുള്ളൊരു ഗുണം എനിക്ക് അതുകൊണ്ടുണ്ടായി. തമാശ പറയല്ല, നമ്മൾ പോസിറ്റീവായി എടുക്കണം എല്ലാത്തിനും. അവരൊക്കെ ഇന്ന് ആശ്രമത്തിൽ വരുന്നവരാണ്, വേദാന്ത ക്ലാസ്സിന് പങ്കെടുക്കുന്നവരാണെന്ന് കൂടി നിങ്ങളെ അറിയിക്കുന്നു. അവിടെയാണ് സ്നേഹം. കാരണം ആ വ്യക്തിയെ നമ്മൾ വെറുക്കുന്നില്ല, അവരെ നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. കാരണം അയാളുടെ പോക്കറ്റിലുള്ളതല്ലേ അയാൾ ചെലവാക്കുക, വേണ്ടത് ഞാൻ എടുത്താൽ പോരെ. അതുകൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വികലമായി ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ കുറ്റം നമ്മുടേതാണ്. നാം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ കർത്തവ്യമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുക. വേണ്ടതുപോലെ ചെറുപ്പത്തിൽ ധരിച്ചാൽ ആര് തെറ്റിദ്ധരിപ്പിച്ചാൽ അവർ തെറ്റിദ്ധരിക്കുകയോ? ഇല്ലല്ലോ. അപ്പൊ കുഴപ്പമാരതാ? നമ്മളതാ. എപ്പോഴും നമ്മൾ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക. നമ്മളതാണ് കുഴപ്പം, ഹിന്ദു സമാജത്തിൻ്റെതാണ് കുഴപ്പം. വേണ്ടതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് വികലമായി പലർക്കും ചിത്രീകരിക്കാൻ സാധിക്കുന്നത്. അവൻ അവന്റെ പണിയെടുക്കുന്നു, ഞാൻ എന്റെ പണിയെടുക്കാത്തതാണ് കുഴപ്പം. ഇത് ഓർമ്മിക്കുക.